ഇനിയൊരു വിദേശ വാർത്തയിലേക്ക്. പശ്ചിമേഷ്യയിലെ ഗസയിൽ അടിയന്തരമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന ഹർജി പ്രമേയം UN രക്ഷാസമിതി പാസ്സാക്കിയെന്ന വാർത്ത വരുന്നു. ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് രക്ഷാസമിതിയിൽ ഇത്തരം ഒരു പ്രമേയം പാസ്സാക്കാൻ കഴിയുന്നത്. എപ്പോഴും ഈ പഞ്ചമഹാശക്തികൾ, ഈ വീറ്റോ ചെയ്യാൻ പവറുള്ള ശക്തികൾ എപ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതൊക്കെ വീറ്റോ ചെയ്യും. പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ കാര്യം വന്നാൽ അമേരിക്ക എടുത്തു ചാടുക പതിവാണ്. എന്നാൽ ഇത്തവണ അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ ആരും വീറ്റോ ചെയ്തില്ല. പ്രമേയം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാസ്സായി. ഇപ്പോഴും UN പ്രസക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ അന്തർദേശീയ പ്രാധാന്യം ലഭിച്ചിട്ടുള്ള ഈ പ്രമേയം പാസ്സാക്കലിൻ്റെ വീരകഥയുമായി നമുക്കിപ്പം അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അമേരിക്ക ഇതിൽ വിട്ടുനിന്നു എന്ന് പറയുന്നത് ചരിത്രപരമായൊരു തീരുമാനമാണ്. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. അതൊരു ചരിത്രപരമായ ഒരു തീരുമാനം തന്നെയാണ്. ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ആവശ്യമാണ് ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് തന്ത്രപരമായി അമേരിക്ക വിട്ടുനിന്നത് ഇസ്രയേലിന് വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഈ പ്രമേയത്തെ 10 രാജ്യങ്ങളാണ് പ്രപ്പോസ് ചെയ്തത്. എന്നാൽ ബാക്കി രാജ്യങ്ങളൊക്കെ ഇത് പിന്തുണച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രമേയം പാസ്സായതൊക്കെ വലിയ കയ്യടിയോടെയാണ് എല്ലാവരും സ്വാഗതം ചെയ്തത്. പ്രമേയം നടപ്പിലാക്കിയിരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്രോസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പരാജയപ്പെട്ടാൽ ഈ ക്ഷമിക്കാവുന്നതിലും അപ്പുറമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. ഈ പ്രമേയം വീറ്റോ ചെയ്യാതെ വിട്ടുനിന്ന അമേരിക്കൻ നടപടിയിൽ തീരെ നിരാശനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെ മുൻ നിലപാടിൽ നിന്നുള്ള ഒരു പിൻവാങ്ങൽ എന്ന് പറഞ്ഞ നെതന്യാഹു ഹമാസ് തടങ്കലിലുള്ള 130ഓളം ബന്ദികളുടെ മോചനത്തെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. SK, നെതന്യാഹു നല്ല ദേഷ്യത്തിലാണ്. യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുവാൻ അമേരിക്ക വാഷിംഗ്ടണിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് ഇസ്രായേലിന്റെ പ്രതിനിധികളെ ഒന്നും അയക്കില്ല എന്ന് തീർത്തു പറഞ്ഞേക്കുവാണ് നെതന്യാഹു. അതേസമയം ഈ നെതന്യാഹുവിന്റെ ഓവർ റിയാക്ഷനിൽ ആശയക്കുഴപ്പത്തിലാണ് ബൈഡൻ ഭരണകൂടം. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് അമേരിക്ക അതിന്റെ നയം മാറ്റിയിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജോൺ എഫ് കിർബി പിന്നീട് വ്യക്തമാക്കുകയും ഉണ്ടായി. SK, മധു, ഇത് യഥാർത്ഥത്തിൽ എപ്പോഴും ഇതിനകത്തൊരു ജൂയിഷ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അമേരിക്കയിലെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഈ അമേരിക്കയുടെ നിലപാടിന് അനുകൂലമായിരിക്കുമോ? എന്താണ് അവസ്ഥ? SK, അമേരിക്കയിലെ പൊതുജനം ഈ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനോട് എപ്പോഴും എതിർത്താണ് നിന്നിട്ടുള്ളത്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള, സഖ്യകക്ഷികൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അമേരിക്കയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഈ തുടർച്ചയായ ഇസ്രയേലിനെ അനുകൂലിക്കുന്നതിനോടുള്ള എതിർപ്പ് വരികയും ബൈഡന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ചുവടുമാറ്റവും നയമാറ്റവും നമുക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്തു. തന്നെയുമല്ല, അമേരിക്ക ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മാസങ്ങൾക്ക് ശേഷം ബൈഡനെ നേരിടേണ്ടി വരുന്നത് ഡൊണാൾഡ് ട്രംപിനെയുമാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.